ഹലോ നമസ്കാരം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CPO നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ലിസ്റ്റിന്റെ കട്ട് ഓഫും കൂടാതെ ആ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ എത്ര പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ടെന്നും കൂടിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആ നോട്ടിഫിക്കേഷൻ നോക്കാം. നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? കേരള പോലീസിലേക്കാണ്. പോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്? പോലീസ് കോൺസ്റ്റബിൾ ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് എത്രയാണ്? 31,100 മുതൽ 66,800 രൂപ വരെയാണ് കേട്ടോ. ഇപ്പോൾ അല്ല LD-നേക്കാളും സാലറി കൂടുതലാണ് CPOക്ക് എന്ന് പറയുന്നത്. എത്രയാണ്? 31,100 മുതൽ എത്രയുണ്ട്? 66,800 വരെയാണ് ഇവരുടെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. പിന്നെ വാക്കൻസീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ, നമുക്കറിയാം ബറ്റാലിയൻസിലേക്കായിട്ടാണ് നമുക്ക് വാക്കൻസീസ് വരാറ്. ഏതാണ്? നമുക്ക് 7 ബറ്റാലിയൻ ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം അല്ലെ SAP എന്ന് പറയുന്നതും, പത്തനംതിട്ട KP3, ഇടുക്കി KP5, എറണാകുളം KP1, തൃശ്ശൂർ KP2, മലപ്പുറം MSP, അതുപോലെ കാസർഗോഡ് KP4. ഇത്രയും 7 ബറ്റാലിയനുകളാണ്. ഇതിലേക്കാണ് നമുക്ക് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ഉള്ളത്. ഇനിയില്ലേ ഇതൊക്കെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് ആണ് വരുന്നത് നോക്കാം. SAP എന്ന് പറയുന്നത് ഏതാണ്? തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. അതുപോലെ KP3 എന്ന് പറയുന്നത് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളാണ്. അതുപോലെ KP5 എന്ന് പറയുന്നത് കോട്ടയം, ഇടുക്കിയാണ്. KP1 എന്ന് പറയുന്നത് എറണാകുളമാണ്. KP2 എന്ന് പറയുന്നത് തൃശ്ശൂർ ആൻഡ് പാലക്കാടാണ്. MSP എന്ന് പറയുന്നത് മലപ്പുറം, കോഴിക്കോടാണ്. പിന്നെ KP4 പറയുന്നത് കണ്ണൂർ, വയനാട് ആൻഡ് കാസർഗോഡാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജില്ല ഏതാന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ബറ്റാലിയനിലേക്ക് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ ഏജ് ആണ്. ഏജിലെ 18 മുതൽ 26 വയസ്സാണ് കേട്ടോ ഏജ് എന്ന് പറയുന്നത്. എത്രയാണ്? 18നും 26 വയസ്സിനും ഇടയിലാണ് പ്രായം ഇതിന് അപ്ലൈ ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ഒക്കെ ആണെങ്കിൽ എത്ര കിട്ടും നമുക്ക്? OBC ആണെങ്കിൽ 29 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അതുപോലെ SC ST ആണെങ്കിൽ 31 വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 41 വയസ്സ് വരെ ഉള്ളവർക്കും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ജനറൽ എത്രയാണ്? 18നും 26 വയസ്സിനും ഇടയിലാണ് ഏജ് എന്ന് പറയുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? +2 ആണ്. ഓക്കെ, +2 ആണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് അല്ലേ. നമ്മുടെ ഹൈറ്റ് എത്ര വേണം? ഹൈറ്റ് 168 സെന്റിമീറ്റർ ആണ് കേട്ടോ. എത്രയാണ്? 168 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കുക, 168 സെന്റിമീറ്റർ ആണ്. നിങ്ങളുടെ ഹൈറ്റ് ഒക്കെ എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ചെസ്റ്റ് മിനിമം എത്ര വേണം? 81 സെന്റിമീറ്റർ വേണം. പിന്നെ ഇതിൽ നമുക്ക് റിലാക്സേഷൻ ഉണ്ട്. അതായത് SC ST-കാർക്ക് എത്ര കൊടുക്കുന്നുണ്ട്? 160 സെന്റിമീറ്റർ ഹൈറ്റ് മതി കേട്ടോ. 168ന്റെ ആവശ്യമില്ല. SC ST-കാർക്ക് എത്ര മതി? 160 സെന്റിമീറ്റർ മതി കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടില്ല ഐസൈറ്റില്ലേ, നമ്മുടെ ഐസൈറ്റ് കറക്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ. വിഷന് 6/6 ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ പല ആൾക്കാർക്കും ചെറിയ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും കണ്ണിനൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ എക്സാം ഇതിനൊക്കെ മുന്നേ ആദ്യം എന്ത് ചെയ്യാം? നിങ്ങളുടെ ഒരു കണ്ണ് ഡോക്ടറെ കാണിക്കുക. ഇതൊക്കെ പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ പല ആൾക്കാർക്കും ഇങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഫിസിക്കലൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കണ്ണിൻ്റെ പല പ്രശ്നങ്ങളും അറിയുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് പിന്നീട് ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം തന്നെ എക്സാമിനൊക്കെ മുന്നേ തന്നെ നിങ്ങൾ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് ഡോക്ടറെ പോയി കണ്ടിട്ട് എന്ത് ചെയ്യുക? വിഷനൊക്കെ 6/6 അല്ലേന്നൊക്കെ ഉറപ്പ് വരുത്തുക കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ നമ്മുടെ മെയിൻ ഫിസിക്കൽ ടെസ്റ്റ് അല്ലേ. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറുടെ പോലെ എന്ത് ആവശ്യമില്ല ഇതിന്? എൻഡുറൻസ് ടെസ്റ്റ് ഒന്നും ഇതിലില്ല കേട്ടോ. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഒറ്റ ടെസ്റ്റേ ഉള്ളൂ അല്ലേ ഫിസിക്കൽ ടെസ്റ്റ്. അതായത് 8 ഐറ്റം, അതിൽ 5 ഐറ്റം പാസ്സായാൽ മതി. ഏതൊക്കെയാണ് ഐറ്റം നോക്കാം. 100 മീറ്റർ ഓട്ടാണ് 14 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തണം. പിന്നെ ഹൈ ജമ്പിലെ 132 സെന്റിമീറ്ററിലാണ് ചാടേണ്ടത്. ലോങ് ജമ്പ് ആണെങ്കിൽ 457 സെന്റിമീറ്ററിലേക്കാണ് ചാടേണ്ടത്. പിന്നെ ഷോർട്ട് പുട്ട് എത്രയാണ് വരുന്നത്? 609 സെന്റിമീറ്റർ ആണ്. പിന്നെ ക്രിക്കറ്റ് ബോൾ ഉണ്ട് 6096 സെന്റിമീറ്റർ ആണ്. പിന്നെ റോപ്പ് ക്ലൈംബിങ് 365 സെന്റിമീറ്റർ ആണ്. പുള്ളപ്പ് എത്രയാണ്? 8 ടൈംസ് എടുത്താൽ മതി. പിന്നെ 1500 മീറ്റർ റണ്ണ് 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ടാണ് ഓടിയെത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഈ 8 ഐറ്റം കണ്ടിട്ട് ആരും പേടിക്കൊന്നും വേണ്ട. 8 ഐറ്റത്തിൽ നമുക്ക് എത്ര മതി? 5 ഐറ്റം മതി കേട്ടോ. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വലിയ പാടൊന്നുമില്ല. നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷ ഒക്കെ കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്ന ശേഷം പല ആൾക്കാരും എന്ത് ചെയ്യും? ഫിസിക്കലിന് പോകാൻ തുടങ്ങും. അപ്പോഴാണ് എന്ത് ചെയ്യാം? നമുക്ക് ചിലപ്പം എല്ലാ ഐറ്റവും ഒക്കെ കൂടി ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങും. ടൈം ഉണ്ടാവില്ലെന്ന് പേടിച്ചിട്ട് എല്ലാം കൂടി ചെയ്യാൻ തുടങ്ങും ചെയ്യും. എന്ത് ചെയ്യും? നമുക്ക് ഇഞ്ചുറീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക? എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഇന്ന് മുതലാണെങ്കിൽ ഇന്ന് മുതൽ, അല്ലെങ്കിൽ നാളെ മുതലാണെങ്കിൽ നാളെ മുതൽ അടുത്തുള്ള ഗ്രൗണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റമായാലും മതി. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു അരമണിക്കൂർ ജോഗിങ് ചെയ്യുക. പിന്നീട് എന്ത് ചെയ്യുക? സമയം കൂട്ടി കൊണ്ടുവരിക. ഓക്കെ,
ആദ്യം ജസ്റ്റ് വാക്ക് ചെയ്താൽ മതി, നമുക്കൊരു അരമണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാക്ക് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, ഓരോ 1-2 റൗണ്ടൊക്കെ ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ഓടുക. അങ്ങനെ ഒരു 1-2 മാസം ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ചെയ്യുക. അത്യാവശ്യമുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുക, വാമപ്പ് ചെയ്യുക. അതിന് ശേഷം അല്ലേ 2-3 മാസത്തിന് ശേഷം മതി നിങ്ങൾ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഷോട്ടൊക്കെ എറിഞ്ഞ് ശീലിക്കുക, അതൊന്നും ചെയ്യരുത്. ഒക്കെ നമുക്ക് കൈക്ക് ഇഞ്ചുറീസ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ ശരീരം ഒന്ന് ഫിറ്റാക്കി എടുക്കുക, എന്നിട്ട് ഓരോ ഐറ്റത്തിലേക്ക് കടക്കുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നമുക്ക് ഈ ഫിസിക്കൽ ടെസ്റ്റിന് ശേഷം ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഇരിക്കേണ്ട. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, പഠിക്കുക. അതിൻ്റെ കൂടെ ഫിസിക്കലും കൂടി സെറ്റാക്കാൻ നോക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് അല്ലേ കട്ട് ഓഫുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് കഴിഞ്ഞ എക്സാം നമുക്ക് 22/7/2023 നടന്നിട്ടുണ്ടായിരുന്നു എക്സാം അല്ലേ. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുള്ളത് 15/4/2024 അതായത് 2024 ഏപ്രിൽ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞത് ഈ വർഷം 2025 ഏപ്രിൽ ആകുമ്പോഴേക്കും അതെന്ത് ചെയ്യും, കട്ടായി പോകും. അപ്പം ഈ ഒരു 4 മാസം കൂടി ഉണ്ടാവുള്ളൂ ആ ലിസ്റ്റിൻ്റെ. അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ലിസ്റ്റ് വരിക. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് SAP തിരുവനന്തപുരം SAP എത്രയെന്ന് ചോദിച്ചാൽ 45.67 ആയിരുന്നു കേട്ടോ. കട്ട് ഓഫ് എന്ന് പറയുന്നത് 45 ആണ്. ഏകദേശം മെയിൻ ലിസ്റ്റിലാണ് 895 പേര് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു, മെയിൻ ലിസ്റ്റിലാണ് കേട്ടോ. പിന്നെ അതുപോലെ KP 1 എറണാകുളം എത്രയായിരുന്നു കട്ട് ഓഫ് ചോദിച്ചാൽ 44 ആയിരുന്നു. മൊത്തമല്ല, മെയിൻ ലിസ്റ്റിൽ 487 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ KP 2 തൃശ്ശൂർ കട്ട് ഓഫ് വരുന്നത് 45.67 മാർക്കായിരുന്നു. അതിൽ മെയിൻ ലിസ്റ്റിൽ 827 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ KP 3 പത്തനംതിട്ട 46 മാർക്കായിരുന്നു. 596 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റിലാണ് കേട്ടോ അതൊക്കെ പറയുന്നത്. പിന്നെ KP 4 കാസർഗോഡ് 45 മാർക്കായിരുന്നു. 685 പേരെന്ത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു, മെയിൻ ലിസ്റ്റിൽ. പിന്നെ KP 5 ഇടുക്കിയാണ്. ഇടുക്കിയിൽ കട്ട് ഓഫ് കുറവായിരുന്നു, 39.33 ആണ്. അവിടെ വേക്കൻസീസും കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് അവിടെ കട്ട് ഓഫ് കുറഞ്ഞിട്ടുള്ളത്. 494 പേര് എന്തായിട്ടുണ്ട് അതിൽ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ MSP നമ്മുടെ മലപ്പുറത്തിലെ കട്ട് ഓഫ് കൂടി 50ലേക്ക് കടന്നത് എവിടെയാണ്, മലപ്പുറം മാത്രമാണ്. ഏകദേശം 741 പേര് ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു, മെയിൻ ലിസ്റ്റിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവ് ഇപ്പോൾ വന്നിട്ടുള്ള ഇടുക്കിയാണ്, 39.33 ആണ്. അവിടെ എന്താണ് ലിസ്റ്റിലെ ആൾക്കാരും കുറവാണ് കേട്ടോ, 494 പേരേ ഉള്ളൂ. പിന്നെ കൂടുതൽ വന്നിട്ടുള്ള പിന്നെ അധികം 45-ന്റെ എബോ ആ റേഞ്ചിലാണ് വരുന്നത് എല്ലാ കട്ട് ഓഫും. പിന്നെ കൂടുതൽ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്താണ്. MSPയിൽ എപ്പോഴും കൂടാറുണ്ട്. 50 മാർക്കാണ് വന്നിട്ടുള്ളത്. അതും 741 പേര് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം ഇനിയൊക്കെ കട്ട് ഓഫ് ഒക്കെ ഈ റേഞ്ചിൽ തന്നെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങും കേട്ടോ. കാരണം കട്ട് ഓഫ് കുറവുണ്ട് എന്ന് കരുതിയിട്ട് ആരും അങ്ങനെ ഒരു പഠനത്തിൽ മാറ്റം വരുത്താൻ നിൽക്കണ്ട. നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. കോമ്പറ്റീഷൻ നല്ല കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. കൂടാതെ ഫിസിക്കലും കൂടി നോക്കട്ടോ. പിന്നെ നമുക്കിതിൽ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നല്ലേ ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൽ ഇതുവരെ ഇപ്പം എത്ര അഡ്വൈസ് പോയി നോക്കാം. ഇടുക്കി നോക്കുകയാണെങ്കിൽ ഏകദേശം 272 ഇടുക്കി ബറ്റാലിയനിൽ 272 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അതായത് നവംബർ 1, 2024 അന്നാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഏകദേശം 272 പേർക്കോളം അഡ്വൈസ് പോയിട്ടുണ്ട് മൊത്തത്തിൽ കേട്ടോ. ഇനിയും 4 മാസം കിടക്കുകയാണ്, അപ്പോൾ ഇനിയും അഡ്വൈസ് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ഏകദേശം 169 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. 169 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. പിന്നെ പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ ഏകദേശം 244 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. കാസർഗോഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 336 പേർക്ക് എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. കാസർഗോഡ് 336 പേർക്ക് പോയിട്ടുണ്ട്. മലപ്പുറത്ത് നോക്കുകയാണെങ്കിൽ 404 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ 404 പേരാണ്. 4 മാസം ഇനിയും ഉണ്ട്, ഇനിയും ഇത് കൂടും. ഓക്കെ, നിങ്ങൾ ഇത് മാത്രമെന്ന് വിചാരിച്ചിരിക്കരുത്. 4 മാസത്തിനിടയ്ക്ക് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ എറണാകുളം നോക്കുകയാണെങ്കിൽ 199 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. തൃശ്ശൂർ 295 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത്തരം ഈ 7 ബറ്റാലിയനിലേക്കുള്ള അഡ്വൈസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയും 4 മാസം കൂടി ഉണ്ട്, അപ്പോൾ ഇനിയും കുറച്ചും കൂടി അഡ്വൈസ് ഒക്കെ പോകും. അപ്പം എന്നാലും നല്ലൊരു കുഴപ്പമില്ലാത്ത വാക്കൻസീസ് ഒക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ തന്നെ അല്ലേ ജോലി കിട്ടാൻ സാധ്യത ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ്. സംഭവത്തിൽ ഒരുപാട് വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ, വേക്കൻസി കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു പോസ്റ്റ് പോരല്ലേ, നമുക്കൊരു വേക്കൻസി പോരാ, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ വേക്കൻസിയിലെ
കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി നോക്കി നടക്കരുത്. അതായത് നമുക്ക് ഒരു വേക്കൻസിയാണ് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് അത് ആദ്യത്തെ ഒരു 50 റാങ്കിൻ്റെ ഉള്ളിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പഠിക്കരുത്. അതായത് ആദ്യത്തെ ഒരു 50 റാങ്കിൻ്റെ ഉള്ളിൽ ഞാൻ വരണം എന്ന് വിചാരിച്ചുകൊണ്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു 100 റാങ്കിൻ്റെ ഉള്ളിലെങ്കിലും എത്താൻ പറ്റും. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അല്ലേ, എക്സാമിനെ കുറിച്ചിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് എക്സാം ഉണ്ടാവുക. നമുക്ക് അതുപോലെ ജൂണ് ഓഗസ്റ്റ് PSC യുടെ കലണ്ടറിൽ പറയുന്നത് ജൂൺ ഓഗസ്റ്റ് ഇതിൻ്റെ ഇടയിലാണ് എക്സാം ഉണ്ടാവാൻ സാധ്യത. ഒറ്റ എക്സാം ആണ് കേട്ടോ, ഒറ്റ എക്സാം ആണ് ഉണ്ടാവുക. ജൂൺ ഓഗസ്റ്റിൻ്റെ ഇടയിലാണ്. പ്രിലിംസ് എന്തില്ല ഇതിന്, പ്രിലിംസ് ഇല്ല കേട്ടോ, പ്രിലിംസ് ഇല്ല, ഒറ്റ എക്സാം ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ലേ, കറക്റ്റ് ഇപ്പം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 6 മാസം ടൈം ഉണ്ടാവും അല്ലേ. 6 മാസം ഒന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അല്ലേ, ഒറ്റ എക്സാമിലൂടെ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ജോലി നേടാൻ പറ്റുന്ന കാര്യം തന്നെ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യുക, ഫിസിക്കലല്ലേ, ഫിസിക്കൽ നമുക്ക് എൻഡൂറൻസ് ടെസ്റ്റ് അതൊന്നുമില്ല. കാരണം എൻഡൂറൻസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് അതിന് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട്, അതിൻ്റെ റിസൾട്ട് വരില്ല, അത് അപ്പം തന്നെ അറിയും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഫിസിക്കലിന് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യാം, ജൂലൈയിൽ ഒറ്റ എക്സാം ഉണ്ടാവും, അത് എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഫിസിക്കൽ ഉടൻ തന്നെ വിളിക്കും. അതും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ജോലി കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.